കൊല്ലം കരവാളൂരിൽ കടന്നൽ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റു. കരവാളൂർ പൊയ്കമുക്ക് പുത്തയം മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. കുട്ടികളും മുതിർന്നവരും അടക്കം 9 പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇത് ഈ ചെറിയ കൊച്ചിനെ പോലും കുത്തി, വീട്ടിനകത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടിരുന്നവർ പോലും കയറി കുത്തി. ഇവിടെ അങ്ങോട്ട് കമ്പനിനകത്തങ്ങാണ്ട് ഇരിപ്പുണ്ടായെന്ന് തോന്നുന്നു, പരന്തങ്ങാണ്ട് വന്ന് തട്ടിയതാണെന്ന് തോന്നുന്നു. ഒത്തിരി പേരെ കുത്തി. ഞങ്ങൾ വീട്ടിൽ നിന്നതായിരുന്നു. അപ്പോഴും എല്ലാം കൂടെ വന്ന് പറന്ന് പിള്ളേർ മുറ്റത്തിൽ നിന്ന് കളിച്ചപ്പോൾ അവരുടെ ദേഹത്ത് വന്ന് കയറ്റി. അപ്പോൾ അവർ പെരയ്ക്കകത്ത് വന്ന് കയറിയപ്പോൾ എല്ലാം കൂടെ ആ പെരയ്ക്കകത്ത് വന്നു. അങ്ങനെ എല്ലാവരുടെ ദേഹത്തങ്ങ് കൂടുമായിരുന്നു. ലിജോ റോൾസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ലിജോ, ഈ പരിക്കേറ്റവരുടെ നില സാരമാണോ? നൗഫൽ, വൈകുന്നേരത്തോടു കൂടെയാണ്, കഴിഞ്ഞ ദിവസം സന്ധ്യയോടുകൂടെയാണ് ഇവർക്ക് ഈ കടന്നലിന്റെ കുത്തേറ്റത്. കരവാളൂർ സ്വദേശികളായിട്ടുള്ള 9 പേർക്ക് കുത്തേറ്റു. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരം എന്നുള്ളതാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ 9 പേർക്ക് കുത്തേറ്റിട്ടുണ്ട്. ഇതിൽ തന്നെ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഈ വീടിനുള്ളിൽ കിടരോഗികളായി കിടന്ന ആളുകൾക്ക് പോലും കടന്നലിന്റെ കുത്തേറ്റു എന്ന് പറയുന്നതാണ് അവരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. വീടിന് മുന്നിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സമീപത്ത് നിന്നൊരു കടന്നൽ കൂട്ടം അവരുടെ അടുത്തേക്ക് വരികയും ആദ്യം കുട്ടികളെ കുത്തുന്നു. ആ കുട്ടികൾ പേടിച്ച് വീട്ടിനുള്ളിലേക്ക് പോകുന്ന സമയത്തായിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നവർക്കും കുത്തേറ്റത്. അതായത് സമീപത്തൊക്കെ ഇത്തരത്തിൽ വലിയൊരു കടന്നൽ കൂട്ടം ഉണ്ടായിരുന്നത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു മരത്തിന്റെ ഒരു കൊമ്പിൽ ഇത്തരത്തിൽ കടന്നൽ കൂട്ടം ഉണ്ടായിരുന്നതായും പരുന്തോ മറ്റോ കൂട്ടിൽ കൊത്തിയതോടുകൂടെയാണ് അത് അവിടെ നിന്നും പിരിഞ്ഞ് ഇത്തരത്തിൽ സമീപത്തെ ആളുകളെ ആക്രമിക്കുകയും ചെയ്തത്. എന്തായാലും ആ കൂട് അവിടെ നിന്നും പൂർണ്ണമായി മാറ്റുന്നതിനുള്ള ഒരു നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉടൻ തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളുടെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം. നൗഫൽ.